Hey guys, it's me, Emma Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അതിശക്തമായ മഴ തുടരുന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ജില്ലകളിലാണ് കളക്ടേഴ്സ് നേരിട്ട് അവധി പ്രഖ്യാപിക്കുന്നത്. ഇത്തരം വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. സോ ഡിയേഴ്സ്, 8 ജില്ലകളിലാണ് നമ്മുടെ റെഡ് അലേർട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളാണ് നിലവിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിൽ മറ്റ് ജില്ലകളിനേക്കാളും ഒരു പകുതിയോളം മഴയാണ് ലഭിക്കുക. എന്നാൽ 2 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം എന്നീ ജില്ലകൾ. ടോട്ടൽ 8, 4, 12, 2, 14 ജില്ലകളിലും ശക്തമായ മഴ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നിലവിൽ അവധി ലഭിച്ചിരിക്കുന്നത് 5ഓളം ജില്ലകളിലാണ്. പത്തനംതിട്ടയിൽ ഓൾറെഡി അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചു. മലപ്പുറം ജില്ലയിലും അവധി പ്രഖ്യാപിച്ചു. തൃശ്ശൂർ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിലും ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിൽ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് ഓറഞ്ച് അലേർട്ടിൽ തുടരുന്ന പ്രദേശമാണ്. അതോടൊപ്പം തന്നെ കാസർഗോഡ്, മലപ്പുറം, തൃശ്ശൂർ, കണ്ണൂർ ഈ ജില്ലകളെല്ലാം തന്നെ നിലവിൽ നമ്മുടെ റെഡ് അലേർട്ടിൽ തുടരുന്ന ജില്ലകളാണ്. എന്തൊക്കെയാണെങ്കിലും ശരി, കുട്ടികളുടെ ഭാവിയെ അല്ലെങ്കിൽ കുട്ടികളുടെ ജീവനിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം അവധികൾ പ്രഖ്യാപിക്കപ്പെടുന്നത്. ഇനിയും ജില്ലകളിൽ അവധികൾ പ്രഖ്യാപിച്ചേക്കാം. ഒരിക്കലും നിങ്ങൾ അവധിയിൽ സന്തോഷിക്കരുത്. കാരണം വയനാട് ജില്ലയിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ കേന്ദ്രം ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ വയനാട്. കാര്യം എല്ലാവരും അവിടെ നിന്ന് ജീവനുകൾ തിരിച്ചു കിട്ടുമ്പോൾ എന്താ പറയുക, ദൈവത്തിന് സ്തുതി പറയുകയാണ്. എന്നാൽ ഓരോ കുഞ്ഞു ജീവനുകളും മണ്ണിനടിയിൽ മൃതദേഹങ്ങൾ പോലും ലഭിക്കാത്ത അവസ്ഥയിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും നമുക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല. കാര്യം നമ്മളൊക്കെ നിൽക്കുന്ന പ്രദേശങ്ങൾ നേരെയുള്ള ഒരു പ്രദേശമായത് കൊണ്ടായിരിക്കാം. ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ മഴയുടെ വെള്ളത്തിൻ്റെ പുഴയിൽ നിന്ന് വെള്ളം കര കവിഞ്ഞ് ഒഴുകുന്നുണ്ടെങ്കിലും ജീവനുകൾ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നില്ല. പക്ഷേ എങ്കിലും വൈദ്യുതിയുടെ വിച്ഛേദമുണ്ട്. അതോടൊപ്പം തന്നെ പല പ്രതിസന്ധികളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളെപ്പോലെ സ്കൂളിൽ യൂണിഫോം ഇട്ട് പോയിട്ടുണ്ടായിരുന്ന പല കുട്ടികളും ഇപ്പോൾ മണ്ണിനടിയിലാണ്. നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്കൂൾ ഉള്ളതുപോലെ കണ്ണൂരിലെ GVHS സ്കൂള് ഇപ്പോൾ ഒരു പൊടി പോലും ഇല്ല, മണ്ണിൻ്റെ അടികളിലേക്ക് താഴ്ന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ആലോചിക്കുക. നമ്മുടെ മക്കളെ പോലെ തന്നെ ഒരുപാട് മക്കൾ അവിടെ മണ്ണിനടിയിലാണ്. ഒരു വീഡിയോ ഞാൻ കണ്ടു ഇൻസ്റ്റഗ്രാമിൽ, എൻ്റെ മകളെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് കരയുന്ന ഒരു പിതാവിൻ്റെ കണ്ണുനീര്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ മാതാപിതാക്കളുടെ അടുത്ത് നിൽക്കുക. കുളങ്ങളിലോ പുഴകളിലോ ഒന്നും പോയി ചാടാതിരിക്കുക. ഒരു 2-3 ദിവസമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ സുരക്ഷിതരായി ഇരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സങ്കട വാർത്തകൾ കുറയട്ടെ, നല്ല ഹാപ്പി ന്യൂസുകൾ പുറത്തേക്ക് വരട്ടെ. തീർച്ചയായിട്ടും സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. വീണ്ടും കാണാം. ഇറ്റ്സ് മീ, എമ സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.